നിലവിലുള്ള മദ്യനയം അനുസരിച്ച് 5 സ്റ്റാറിന് കൊടുക്കാമെന്നുള്ളത്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഏതായാലും അത് നാളെ UDF ചർച്ച ചെയ്യും. അല്ല, അങ്ങനെ എടുത്ത തീരുമാനങ്ങൾ തിരുത്തേണ്ടതെല്ലാം ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ മദ്യനയം പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ആ മദ്യനയത്തിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കുകയും ചെയ്യില്ല. ഇപ്പൊ UDF വിട്ടുപോയ ആളുകളെയെല്ലാം LDF ചതിക്കുകയാണ് ചെയ്തത്. വലിയ പ്രലോഭനം കൊടുത്ത് കൊണ്ടുപോയ R. ബാലകൃഷ്ണപിള്ള, ശ്രീമതി ഗൗരിയമ്മ, അതുപോലെ തന്നെ CMPയിലെ ഒരു വിഭാഗം, PC ജോർജ് എന്നിവരെയെല്ലാം ഇടതുപക്ഷ മുന്നണി നിർദാക്ഷിണ്യം ചതിക്കുകയാണ് ഉണ്ടായത്. മദ്യനയം വളരെ വ്യക്തമാണ് നമ്മുടേത്. ഈ മദ്യനയത്തിന് വിരുദ്ധമായിട്ടല്ല ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴിത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ചർച്ച ചെയ്യേണ്ട വിഷയം. കാരണം 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ഇപ്പോൾ തന്നെ ടൂറിസം വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പരിഗണന വെച്ചുകൊണ്ട് കൊടുക്കാമെന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റ് മദ്യനയത്തിന്റെ ഭാഗം തന്നെയാണ്. നയപരമായ ഒരു എതിർപ്പൊന്നുമില്ല. കോടതിയിൽ പോയാൽ തന്നെ അത് ഗവൺമെന്റ് നയം ആയതുകൊണ്ട് 5 സ്റ്റാറുകാർക്ക് കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടുന്നതിനകത്ത് പ്രയാസമില്ല. ഒരു കാരണവശാലും കോൺഗ്രസിനെ ബാധിക്കില്ല. BJPക്കും BJDSനും ഇത്തവണ ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല. കേരളത്തിൽ BJPയും BJDSും അക്കൗണ്ട് തുറക്കാൻ പോകുന്നുമില്ല.